بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് തകാസുർ അല്ലേ, സൂറത്ത് തകാസുർ ആണ് വിശദീകരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖാരിഅ സൂറത്തുൽ ഖാരിഅ വിശുദ്ധ ഖുർആനിൽ ഓർമ്മയിലത് അതിൻ്റെ അവതരണ ക്രമം 23 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വായിച്ചത് വിട്ടാണ്. പരലോക സംബന്ധമായ വിഷയങ്ങളാണ് സൂറത്തുൽ ഖാരിഅ ഉൾക്കൊള്ളുന്നത്. സൂറത്ത് അവതരിക്കുവാൻ ഒരു പ്രത്യേക കാരണം, പ്രത്യേകം ഒരു അവതരണ പശ്ചാത്തലം പറയപ്പെട്ടിട്ടില്ല. പക്ഷേ സൂറത്ത് മക്കിയത്താണ്. ഈ സൂറത്ത് മക്കയിൽ അവതീർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമായതാണ് സൂറത്തുൽ ഖാരിഅ. അതുകൊണ്ട് തന്നെ പരലോക വിഷയങ്ങളാണ് ഇതിലെ പ്രതിപാദ്യം. പരലോകത്തെ കളവാക്കുന്നവരായിരുന്നു ബഹുദൈവ വിശ്വാസികൾ. അവർ ഒരിക്കലും കൂട്ടാക്കിയിരുന്നില്ല ഒരു പുനർജന്മം, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതും വിചാരണയുണ്ട് എന്നുള്ളതും ഭൗതിക ജീവിതം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു വേദിയുണ്ട് എന്നതും അവർ ശരിക്ക് കളവാക്കിയിരുന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കളിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കിയത്തായ മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്തുകളിൽ വിശ്വാസപരമായ വിഷയങ്ങളെ ഊന്നി സംസാരിച്ചപ്പോൾ പരലോക സംബന്ധമായ വിഷയങ്ങൾ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അതിലൊരു സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. മുസഫുൽ കൂഫി പ്രകാരം ഇതിൽ 11 ആയത്തുകളാണ്. 11 ആയത്തുകൾ. മറ്റു മുസാഫുകളിൽ ചില ആയത്തുകളൊക്കെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അൽ ഖാരിഅത്തു മൽ ഖാരിഅ എന്നുള്ളത് ഒരായത്തായിട്ട്. അതേപോലെ فأما من ثقلت موازينه فهو في عيشة راضية ചേർത്ത് ഒരായത്തായിട്ട്. وأما من خفت موازينه فأمه هاوية. ഇങ്ങനെ ഇതൊക്കെ ഒരായത്തായിട്ട് മുസാഫുകളിൽ എഴുതിയത് കാണാൻ സാധിക്കും. പിന്നെ 11 ആയത്തുകളാണ് ഈ സൂറത്തുൽ ഖാരിഅയിൽ. അൽ ഖാരിഅ എന്നതാണ് സൂറത്തിന്റെ പേര്. കാരണം അൽ ഖാരിഅ എന്നുള്ള പ്രയോഗം കൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത്. സൂറത്തുൽ ഖാരിഅ എന്ന പേരാണ് ഈ സൂറത്തിനുള്ളത്. എന്താ ഖാരിഅ? ഖാരിഅ എന്നുള്ളത് പരലോകത്തിന്റെ പേരാണ്. എന്തുകൊണ്ട് അൽ ഖാരിഅ എന്ന് പരലോകത്തിന് പേരിട്ട്? ഖറഅ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവെ മറ്റൊരു വസ്തുവുമായി കൂട്ടിയിടിച്ച് ശബ്ദം ഉണ്ടാക്കണതിനാണ് ഖറഅ എന്ന് പറയുന്നത്. എങ്ങനെ?
ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഇടിച്ച്, ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥത്തിൽ ഇടിച്ച് ശബ്ദമുണ്ടാക്കുന്നതിന്, നല്ല ശബ്ദമുണ്ടാക്കുന്നതിനാണ് ഖറഅ എന്ന് പറയാം. ഖറഅ. അതിൻ്റെ ഖറഅ എന്നുള്ളതിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഖറഅ എന്നതിൽ നിന്നുള്ള ഇസ്മു ഫായിലാണ് ഖാരിഅ. ഖാരിഅ. പരലോകം ഒരു ഘോര ശബ്ദത്തോടു കൂടിയാണ്. ഘോര ശബ്ദത്തോടു കൂടിയാണ്, ചകിടടപ്പിക്കുന്ന ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത പരലോകത്തിനുള്ളത് കാരണത്താലാണ് അൽ ഖാരിഅ എന്ന് പരലോകത്തിന് പേര് വെച്ചത്. അറബികൾ ഘോര ശബ്ദം, ചകിടടപ്പിക്കുന്ന ശബ്ദം, അതേപോലെ മഹാസംഭവം, വിപത്ത്, അതിനൊക്കെ എന്ത് പറയും? പൊതുവിൽ അൽ ഖാരിഅ എന്ന് പ്രയോഗിക്കും. വലിയ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എങ്കിൽ പറയും അസാബത്ത് ഹുമുൽ ഖാരിഅ, അവർക്കൊരു മഹാവിപത്ത് പിടികൂടിയിരിക്കുന്നു. അസാബത്ത് ഹുമുൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ മഹാവിപത്ത് ബാധിച്ചിരിക്കുന്നു. അപ്പം മഹാവിപത്ത് എന്ന അർത്ഥത്തിലൊക്കെ പിന്നീട് അൽ ഖാരിഅ പ്രയോഗിക്കും. അന്ത്യനാൾ മഹാവിപത്താണ്, വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അന്ത്യനാളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാരിഅ എന്ന പേരിട്ട്. അൽ ഖാരിഅ, മൽ ഖാരിഅ. എന്താ മൽ ഖാരിഅ എന്നാണ്? അൽ ഖാരിഅത്ത് എന്താണ് എന്നാണ്. ഇത് ഇസ്തിഫാമിൻ്റെ മായാണ്, മ. മൽ ഖാരിഅ എന്ന് ചോദിച്ചു. അപ്പം എന്തിനാണ് ഈ മ പ്രയോഗം എന്നുള്ളതാണ്. ഈ മ പ്രയോഗം തഫ്സീറുകളിൽ കാണാം, അത് തെഹ്വീലിന് വേണ്ടി എന്നാണ്. തെഹ്വീൽ, തെഹ്വീൽ എന്ന് പറഞ്ഞാൽ ഭീകരതയെ അറിയിക്കാൻ, ഭീകരതയെ അറിയിക്കാൻ. അൽ ഖാരിഅത്ത് എന്താകുന്നു? സലാം. അതേപോലെ അടുത്തതും വമാ അദ്റാക് മൽ ഖാരിഅ. വമാ അദ്റാക്, മാ അദ്റാക് എന്നാണെന്താ? മാ അദ്റാക്, മാ അലമക്. മാ എന്നുള്ളതും ചോദ്യത്തെ ദ്യോതിപ്പിക്കാനുള്ള അവ്യയാണ്. മാ ഇസ്തിഫാമിൻ്റെ മാ എന്നതിന് പറയും. മാ അദ്റ, അറിയിക്കുന്നത് എന്താണ്? മാ അദ്റ എന്നാണ് അറിയിക്കുന്നത് എന്താണ്? ക, ക എന്ന് പറഞ്ഞാൽ നിന്നെ, താങ്കളെ. മാ അദ്റാക്, താങ്കളെ അറിയിക്കുന്നത് എന്താണ്? മൽ ഖാരിഅ, ഖാരിഅ എന്ത് എന്നത്, ഖാരിഅത്ത് എന്ത് എന്നത്. അപ്പോൾ അൽ ഖാരിഅ എന്ത് എന്നത് നിങ്ങളെ അറിയിക്കുന്നത് എന്താണ്? ഇതൊക്കെ അറബി ഭാഷയിലെ നല്ല സുന്ദര ശൈലികളാണ്. എന്തിന്? ഒരു ഗൗരവപ്പെട്ട വിഷയം അറിയിക്കാൻ, ഒരു വിഷയം അത് ഏറെ ഗൗരവപ്പെട്ടതാണ് എന്ന് അറിയിക്കാനുള്ള പ്രയോഗങ്ങളാണ്. അപ്പോൾ അൽ ഖാരിഅ എന്താ? അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ മഹാസംഭവം, ചകിടപ്പിക്കും വിധം ഘോര ശബ്ദത്തോടു കൂടിയുള്ള മഹാസംഭവം. മൽ ഖാരിഅ, ഖാരിഅത്ത് എന്താണ്? വമാ അദ്റാക്, നിന്നെ അറിയിക്കുന്നത് എന്താണ്? മൽ ഖാരിഅ, ഖാരിഅത്ത് എന്നാൽ എന്ത് എന്നത്. വാവ് ഇസ്തിനാഫിൻ്റെ വാവ് എന്നതിന് വ്യാകരണത്തിൽ പറയുന്നത്. പരലോകം നമ്മളേറെ പേടിക്കേണ്ട, ഭയക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന് പേര് വെച്ചപ്പോൾ, അതേപോലത്തെ പരലോകത്തെ നമ്മൾ അറിയിച്ചപ്പോൾ, പരലോകത്തെ നമുക്ക് ഭയമുണ്ടാക്കും വിധമുള്ള പ്രയോഗങ്ങളാണ് പേരുകളിൽ വരെ. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ചില പേരുകൾ നോക്കി, പരലോകത്തിന് അൽ ഹാഖ എന്ന് അള്ളാഹു പേരിട്ട്, അൽ ഹാഖ. അതേപോലെ തന്നെ അസ്സാഖ, അതേപോലെ തന്നെ അത്വാമത്തുൽ കുബ്ര, അത്വാമ. അൽ ഹാഖ, അസ്സാഖ, അത്വാമ, ഇതൊക്കെ ഒരു പരലോകത്തിൻ്റെ പേരുകളാണ്. അതേപോലെ ഇവിടെ അൽ ഖാരിഅ, അൽ ഖാശിയ, അതേപോലെ അൽ ആസിഫ, ഇങ്ങനെ കുറേ പേരുകൾ. അൽ വാഖിഅ, ഇങ്ങനെ കുറേ പേരുകൾ. അൽ ആഖിറ, ഇങ്ങനെ കുറേ പേരുകൾ. പിന്നെ കുറേ പേരുകൾ യൗമുൽ ഫസ്ൽ, യൗമുൽ ജം,
അതേപോലെ തന്നെ യൗമുൽ ഫസൽ, യൗമുൽ ജം, യൗമുൽ ഹിസാബ്, ഇങ്ങനെ കുറേ പേരുകൾ. പിന്നെ കുറേ പേരുകൾ യൗമുത്തനാത്ത്, അതേപോലെ യൗമുത്തലാഖ്, അതേപോലെ യൗമുത്തഗാബുൻ. കണ്ട, ഇതൊക്കെ പേരുകൾ തന്നെ നോക്കി നിങ്ങൾ. അൽഹാഖ, അസ്വാഖ, അത്വാമ്മ. ആ പേരുകൾ തന്നെ അറിയിക്കുന്നത് എന്താണ്? വിഷയം ഗൗരവപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കാനിരിക്കുന്ന മഹാസംഭവം എന്നുള്ള അർത്ഥത്തിലാണിത്. അസ്വാഖ എന്ന് പറഞ്ഞാൽ മഹാസംഭവം, മഹാവിപത്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ ബനി വ സാഹിബതി വ അഖീഹി എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ അത്വാമ്മ എന്ന് പറഞ്ഞാൽ മഹാവിപത്ത് എന്നാണ്. ഈ രീതിയിൽ കുറേ പേരുകൾ. അതേപോലെ അൽ ഖാരിഅ, അൽ ഗാഷിയ, അൽ ആസിഫ, ഇങ്ങനെ കുറേ പേരുകൾ. യൗമുൽ ഫസ്, വിധി തീർപ്പിൻ്റെ നാൾ. യൗമുൽ ജം, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന നാൾ. യൗമുൽ ഹിസാബ്, വിചാരണ കിടക്കുന്ന നാൾ. ഇങ്ങനെ കുറേ പേരുകൾ. യൗമുത്തനാദ്, അന്യോന്യം വിളിച്ചാർക്കുന്ന ദിവസം. യൗമുത്തലാഖ്, അന്യോന്യം കണ്ടുമുട്ടുന്ന ദിവസം. യൗമുത്തഗാബുൻ, നഷ്ടം വെളിപ്പെടുന്ന ദിവസം. ഇങ്ങനെ കുറേ പേരുകൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിനുള്ള പേരുകൾ വൈവിധ്യമാക്കി, പലതാക്കി, വൈവിധ്യമാക്കി. ആ പേരുകൾ തന്നെ പരലോകത്തിൻ്റെ ഭീകരതയെയും അതേപോലെ തന്നെ അതിൻ്റെ ഗൗരവം അറിയിക്കുന്നതാക്കി. അതാണ് ഇവിടെ ഈ നാമകരണത്തിൽ നമുക്കിവിടെ ഉൾക്കൊള്ളാനുള്ള ഒരു വിഷയം, അൽ ഖാരിഅ എന്നതുമായി ബന്ധപ്പെട്ട്. ഇത് മാത്രമല്ല പരലോകത്തിൻ്റെ പേരുകൾ. പരലോകത്തിൻ്റെ പേരുകൾ ധാരാളം, പക്ഷേ ചില ഉദാഹരണങ്ങൾ നമ്മളിവിടെ എഴുതിയെന്ന് മാത്രം. അപ്പോൾ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, ഈ ചോദ്യങ്ങളൊക്കെ മൽ ഖാരിഅ, എന്താണ് ഖാരിഅത്ത്, അത് തഹ്വീലിന് വേണ്ടി എന്ന് പറയുമ്പോൾ വിഷയം ഒരു ഭീകരമാണ്, ഗൗരവമാണ് എന്നുള്ളതാണ്. അതേപോലെ വമാ അദ്റാക മൽ ഖാരിഅ, ഈ ശൈലിയും വമാ അദ്റാക, താങ്കളെ അറിയിക്കുന്നത് എന്താണ് മൽ ഖാരിഅത്ത്, ഖാരിഅത്ത് എന്നാൽ എന്ത്, ആ പ്രയോഗം എന്തിനാണ്? അത് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല സന്ദേഹവും ഉണ്ടായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംശയമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുന്ന വിഷയമാണ് ആഖിറം. പക്ഷേ എങ്കിലും ഈ ശൈലി കൊണ്ടുവന്നത് അത് അതിൻ്റെ ഗൗരവത്തെ അറിയിക്കാനാണ്. യൗമ യകൂനുൻ നാസ് കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാൽ കൽ ഇഹ്നിൽ മൻഫൂഷ്. യൗമ യകൂനുൻ നാസ്, ജനങ്ങൾ ആകുന്ന ദിവസം. യൗം എന്ന് പറഞ്ഞാൽ ദിവസം. യകൂനുൻ നാസ്, ജനങ്ങളായിത്തീരും. കൽ ഫറാശിൽ മബ്സൂസ്, മബ്സൂസ് കൽ ഫറാഷ്. ഫറാഷ്, ഫറാഷ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇതിൽ വരും. ഒന്ന് ഈ ഫറാഖുൽ ജറാദ്, വെട്ടുകിളിൻ്റെ ചെറുത്, ജറാദ് ഉണ്ടല്ലോ, ജറാദിൻ്റെ ഫറാഖിന് ഫറാഷ് എന്ന് പറയും. ജറാദ് എന്ന് പറഞ്ഞാൽ എന്താ? വെട്ടുകിളി. അത് ചെറിയ പാറ്റയാകുമ്പോൾ അത് വിരിയണ ടൈമിൽ അതാണ് ഫറാഷ്. അതേപോലെ ഫറാഷ് എന്ന് പറയും മൊത്തത്തിൽ പാറ്റകൾക്ക്. പാറ്റകൾക്ക് ഫറാഷത്തിൻ്റെ ബഹുവചനാണ് ഫറാഷ്, പാറ്റകൾ. പാറ്റകൾ, ഹഷറാത്ത്. അപ്പോൾ യൗമ യകൂനുൻ നാസ്, ജനങ്ങൾ ആയി തീരുന്ന ദിവസം. കൽ ഫറാഷ്, വെട്ടുകിളികളെ പോലെ അല്ലെങ്കിൽ പാറ്റകളെ പോലെ. എങ്ങനെയുള്ള വെട്ടുകിളികൾ? അൽ മബ്സൂസ്. മബ്സൂസ് എന്ന് പറഞ്ഞാൽ മൻഷൂർ, ചിതറിക്കിടക്കുന്ന, ചിതറപ്പെട്ട, ചിതറപ്പെട്ട. അൽ മബ്സൂസ് എന്ന് പറഞ്ഞാൽ അൽ മൻഷൂർ, മൻഷൂർ, ചിതറപ്പെട്ട. ചിതറപ്പെട്ട വെട്ടുകിളികളെ പോലെ അല്ലെങ്കിൽ പാറ്റകളെ പോലെ ജനങ്ങളായിത്തീരുന്ന ദിവസം. ദിവസം എന്താ? യൗമ എന്നാണ് അല്ലേ, നിസ്ബാണ്. ആ ദിവസം തഹ്സുലു,
അല്ലെങ്കിൽ തകൂനു അന്ത്യനാൾ സംഭവിക്കും, ഉണ്ടാകും. അതാണ് അൽ ഖാരിഅത്ത്. അത് തകൂനു ഉണ്ടാകും, എന്നുണ്ടാകും. യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്, ജനങ്ങൾ വിതറപ്പെട്ട പാറ്റകളെ പോലെ അല്ലെങ്കിൽ വെട്ടുകിളികളെ പോലെ ആയിത്തീരുന്ന ദിവസം. അന്ന് അൽ ഖാരിഅത്ത് സംഭവിക്കും എന്നാ പറയുന്നത്. തഹ്സുലു അല്ലെങ്കിൽ തകൂനു, അത് ഉണ്ടായിത്തീരും, ഉണ്ടാകും. വതകൂനുൽ ജിബാൽ കൽ ഇഹ്നിൽ മൻഫൂഷ്. തകൂനു എന്ന് പറഞ്ഞാൽ ആയിത്തീരും, ആയിത്തീരും. അൽ ജിബാൽ, ജിബാൽ പർവ്വതങ്ങൾ, ജബൽ ജിബാൽ പർവ്വതങ്ങൾ. വതകൂനുൽ ജിബാൽ പർവ്വതങ്ങൾ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം. വാവ്, ഇത് അത്ഫിന്റെ വാവ്. അപ്പൊ ഇവിടെ ഈ തകൂനു എന്നുള്ളതിന്റെ ബന്ധം ഈ യൗമിലേക്കാണ്. വയൗമ തകൂനുൽ ജിബാൽ പർവ്വതങ്ങളായിത്തീരുന്ന ദിവസവും എന്ത് സംഭവിക്കും? ഖാരിയത്ത് സംഭവിക്കും, ഉണ്ടാകും. വതകൂനുൽ ജിബാൽ പർവ്വതങ്ങളായിത്തീരും. കൽ ഇഹ്ൻ അൽ മൻഫൂഷ്. അൽ ഇഹ്ൻ, ഇഹ്ൻ എന്ന് പറഞ്ഞാൽ പിന്നെ സൂഫ് അല്ലേ? അസൂഫ് അൽ മുലവ്വൻ, അസൂഫ് അൽ മുലവ്വൻ, പിന്നെ വർണ്ണമുള്ള പരുത്തി, കമ്പിളി, അൽ മുലവ്വൻ. അല്ലെങ്കിൽ അസൂഫ് ദുൽ അൽവാൻ, കളറുകളുള്ള പരുത്തി, അതിനാണ് ഇഹ്ൻ എന്ന് പറയാം. അൽ മുലവ്വൻ എന്ന് പറയുന്നതിന്റെ സൂക്ഷ്മത ദുൽ അൽവാൻ ആണ്. സൂഫ് കളറുകളുള്ള പഞ്ഞി, പരുത്തി, അതിനാണ് ഇഹ്ൻ എന്ന് പറയാം. ഇഹ്ൻ. മൻഫൂഷ് എന്ന് പറഞ്ഞാൽ, മൻഫൂഷ് എന്ന് പറഞ്ഞാൽ പിന്നെ നഫശ എന്ന് പറഞ്ഞാൽ എന്താ? കുടയുക, കടഞ്ഞെടുത്ത് വിതറിയിടുക, കുടയുക എന്നൊക്കെ അതിനർത്ഥം. ഖാലികളൊക്കെ കൃഷിയിലിറങ്ങിയിട്ട് കൃഷി കേടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നഫശ എന്ന് പറയും. ഖുർആനിൽ പറഞ്ഞേ ഇത് നഫശത്ത് ഫീഹി ഹറഫുൽ ഖൗം. ദാവൂദ് നബിയുടെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും അടുക്കലേക്ക് കേസായിട്ട് വന്നില്ലേ, കൃഷി നശിപ്പിച്ചതിനെ കുറിച്ച്, വളം നശിപ്പിച്ചതിനെ കുറിച്ച്. അപ്പോൾ ഈ പിന്നെ നമ്മൾ മലപ്പുറം ശൈലിയിൽ പറയും നെല്ലിക്കുടി പന്നി പാഞ്ഞ മാതിരി അറിയും അല്ലേ? നെല്ലിക്കുടി പന്നി പാഞ്ഞ എന്താ ഉണ്ടാകുക? അല്ലെങ്കിൽ പറയും പിന്നെ ഓടക്കൂട്ടത്തിൽ ആന ഇറങ്ങിയ മാതിരി അറിയും. എന്താ ഉണ്ടാകുക? ആകെ പിന്നെ എരപ്പാക്കും. അതാണ് പിന്നെ കൽ ഇഹ്നിൽ മൻഫൂഷ്. മൻഫൂഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയപ്പെട്ട എന്നുള്ള അർത്ഥത്തിൽ. പഞ്ഞി കടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആകെ അത് പിന്നെ വിതറിയ രീതിയിലാകും. ഇഹ്ൻ എന്ന് പറഞ്ഞെങ്കിൽ വർണ്ണങ്ങളുള്ള കമ്പിളിക്കാണ് പറയാം, അല്ലെങ്കിൽ പരുത്തിക്കാ പറയാം. അപ്പൊ വതകൂനുൽ ജിബാൽ പർവ്വതങ്ങളായിത്തീരും. കൽ ഇഹ്ൻ വർണ്ണങ്ങളുള്ള പരുത്തി പോലെ. അൽ മൻഫൂഷ് ആ പരുത്തി കടയപ്പെട്ടിട്ടുണ്ട്, കടഞ്ഞ് മിനുസപ്പെടുത്തിയ പരുത്തി. അപ്പോ വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ് കടയപ്പെട്ട പരുത്തി പോലെ, കമ്പിളി പോലെ പർവ്വതങ്ങളായി തീരുകയും ചെയ്യുന്ന ദിവസത്തിൽ എന്താ? തകൂനുൽ ഖാരിയ അല്ലെങ്കിൽ തഹ്സുലുൽ ഖാരിയ, ഖാരിയത്ത് സംഭവിക്കും, അന്ത്യനാൾ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അന്ത്യനാൾ എന്ന് സംഭവിക്കും എന്നുള്ളതാണ് മുശ്രിക്കീങ്ങളുടെ ചോദ്യം. അവരുടെ ചോദ്യമൊക്കെ തന്നെ യഖൂലൂൻ മതാ ഹാദൽ വഅദ്, ഈ വഅദ് എന്നാണ് എന്ന് ചോദിക്കും. വിശുദ്ധ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം മുശ്രിക്കുകളുടെ ചോദ്യം. മതാ ഹാദൽ വഅദ്, മുഹമ്മദ് എന്നാണ് ഈ നീ വാഗ്ദാനം ചെയ്യുന്ന പരലോകം, നീ വാഗ്ദാനം ചെയ്യുന്ന പരലോകം ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ദിവസം എന്ന് പറയുന്നതിന് പകരം ആ ദിവസത്തിന്റെ പ്രത്യേകതയെ പറഞ്ഞിട്ടുള്ളൂ, ആ ദിവസത്തിന്റെ പ്രത്യേകതയെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ
മുശ്രിക്കുകൾ ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നീ പറയുന്ന ഈ പരലോകം എന്നാണ്? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരലോകത്തിൻ്റെ ഡേറ്റ് അതെന്ന് എന്ന് പറയുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രത്യേകതകളും സ്വഭാവങ്ങളും അതിലെ സംഭവങ്ങളാണ് പറയുക. കാരണം അതാണ് പ്രധാനം. എന്ന് എന്നുള്ളതല്ല പ്രധാനം, പിന്നെയോ അത് ഉണ്ടായാൽ എന്ത് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സ്വഭാവങ്ങൾ, അത് അൽ ഖാരിഅത്താണ്. പിന്നെ അത് എന്ന് സംഭവിക്കും? അത് യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ്. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പർവ്വതങ്ങളുടെ അവസ്ഥ ഇങ്ങനെ. മനസ്സിലായോ? അതാണ് ഇവിടെ പിന്നെ ഉണർത്തുന്നത്. ജനങ്ങൾ വിതറപ്പെട്ട പാറ്റകളെ പോലെ എന്നാണ്. പാറ്റകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ പാറ്റകൾ ജന്മം കൊള്ളുന്ന സമയം തീരെ അന്തമില്ലാത്ത മാതിരി ആയിരിക്കും. ഒന്നായിട്ട് പിന്നെ ഈയാൻ പാറ്റ എന്നൊക്കെ പറഞ്ഞില്ലേ, പൊടിഞ്ഞ മാതിരി അറിയും. ആകെ ചിന്നിച്ചിതറി തീയാണെങ്കിൽ തീയിലുള്ളടത്തൊക്കെ ചെന്ന് വീണ് ആകെ നശിക്കും. അപ്പോൾ ആ രീതിയിൽ മനുഷ്യന്മാർ പരിണമിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ്, അന്നാണ് ഖിയാമത്ത് നാളിൻ്റെ സംഭവം. അതേപോലെ തന്നെ ജിബാൽ, പർവ്വതങ്ങൾ ഭൂമിക്ക് ആണികൾ എന്ന പോലെയാണ് അല്ലേ? വളരെ ഭദ്രമാണ്, കരുത്തുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് പർവ്വതങ്ങൾ. പക്ഷേ ആ പർവ്വതങ്ങൾ അത് ഒരേ വർണ്ണത്തിലല്ല. പർവ്വതങ്ങൾ പല വർണ്ണത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമിനൽ ജിബാലി പിന്നെ ജുദദുൻ ബീദുൻ വഹുംറുൻ എന്ന് പറഞ്ഞിട്ട് വെളുത്ത പർവ്വതങ്ങളുണ്ട്, ചുവന്ന പർവ്വതങ്ങളുണ്ട്, ഇതൊക്കെ പറഞ്ഞില്ലേ? ആ പർവ്വതങ്ങൾ എഹിന് പോലെ ആയിത്തീരുന്ന പറഞ്ഞത്. എഹിന് എന്ന് പറഞ്ഞെങ്കിൽ ഒരു വർണ്ണത്തിലുള്ള പരുത്തിയല്ല, പിന്നെയോ പല വർണ്ണങ്ങളുള്ള പരുത്തിക്കാണ് എഹിൻ എന്ന് പറയാം. അസ്സൂഫു ദുൽ അൽവാൻ എന്നാണ്. വർണ്ണങ്ങളുള്ള പരുത്തിക്കാണ് എഹിൻ എന്ന് പറയാം. ഇവിടെ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കും? പർവ്വതങ്ങൾ എഹിന് പോലെ ആയിത്തീരുന്നതാണ്. എഹിൻ എന്ന് പറഞ്ഞെങ്കിൽ പല വർണ്ണങ്ങളുള്ള പരുത്തി പോലെ എന്നാണ്. കാരണം എന്താ? പല വർണ്ണങ്ങളുള്ള പർവ്വതങ്ങളാണ്. അപ്പം അത് പരുത്തി പോലെ ആകുമ്പോൾ പരുത്തിക്കും എന്തുണ്ടാവും? പല വർണ്ണങ്ങളുണ്ടാവും. വെളുത്ത കമ്പിളി അല്ലെങ്കിൽ വെളുത്ത പരുത്തി ആവില്ല എന്നാണ്. അതാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വേറൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട്, യൗമ തകൂനു സമാഉ കൽ മുഹ്ൽ വതകൂനുൽ ജിബാലു കൽ ഇഹ്ൻ. കൽ ഇഹ്ൻ, പർവ്വതങ്ങൾ ഇഹ്ന് പോലെ ആയിത്തീരുന്നതാണ്. ഇഹ്ൻ എന്ന് പറഞ്ഞെങ്കിൽ പല കളറുകളുള്ള പരുത്തിക്കാണ് പറയുക. ആ പരുത്തിയുടെ പ്രത്യേകത അത് മംഫൂഷാണ്. മംഫൂഷ് എന്ന് പറഞ്ഞാൽ കടയപ്പെട്ടത്. അപ്പം അത് കടഞ്ഞിട്ടുണ്ടെങ്കിൽ പരുത്തി എന്തായി? അത് നിർമ്മലായി, ലോലമായി. അതേപോലെ തന്നെ അത് പിന്നെ വിതറപ്പെട്ട രീതിയിലുമായി. പർവ്വതങ്ങൾ ഇவ்விധമായി തീരും അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. പിന്നെ فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. അതിൽ പിന്നെ എന്താ? അതിൽ പിന്നെ പരലോകം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു. ഫ തഫ്സീലിയ എന്ന് പറയും. അമ്മാമൻ അല്ല സഫ, അതിൽ പിന്നെ തഖീബിൻ്റെ ആതിഫത്തിൻ്റെ ഫ. അമ്മ എന്ന് പറഞ്ഞെങ്കിൽ അതാണ് തഫ്സീലിയ, വിശദീകരിക്കാൻ, ശേഷം എന്ത് എന്നുള്ള കാര്യം വിശദീകരിക്കാൻ. അമ്മ എന്നാൽ മൻ മൻ പറഞ്ഞാൽ മൗസൂല, ഒരു യാതൊരുവൻ. എന്നാൽ യാതൊരുവൻ സഖുലത് മവാസീനുഹു. സഖുലത് എന്ന് പറഞ്ഞാൽ എന്താ? ഭാരം തൂങ്ങി, ഭാരിച്ചതായി. സഖുലത് ഭാരിച്ചതായി. മവാസീനുഹു അവൻ്റെ മവാസീൻ. മവാസീൻ എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങളുടെ ബഹുവചനാണ് മവാസീൻ. ഒന്ന് മീസാൻ, രണ്ട് മൗസൂൻ. മീസാൻ എന്നതിൻ്റെ ബഹുവചനം മവാസീനാണ്. മൗസൂൻ എന്നതിൻ്റെ ബഹുവചനവും മവാസീനാണ്. സഖുലത് ഭാരിച്ചതായി, മവാസീനുഹു അവൻ്റെ മീസാനുകൾ. മവാസീൻ, മീസാൻ എന്ന് പറഞ്ഞെങ്കിൽ തൂക്കണ സാധനത്തിനാ പറയുക. ഇസ്മുൽ ആല, തൂക്കുന്ന സാധനം, യന്ത്രം. എന്താ? തുലാസ്. മൗസൂൻ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെടുന്ന സാധനം. എന്താ തൂക്കപ്പെടുന്നത്? ഇപ്പോൾ തുലാസും ഉണ്ട്, അരി ഉണ്ട് എങ്കിൽ തുലാസിനാണ് എന്ത് പറയുക?
മീസാൻ എന്ന് പറയാം. അരിക്കാണ് എന്ത് പറയാ? മൗസൂൻ എന്ന് പറയാം, തൂക്കപ്പെടുന്ന വസ്തു. ഇവിടെ അമ്മാമൻ എന്നാൽ യാതൊരുവൻ, സഖുലത് മവാസീനുഹു അവന്റെ മീസാനുകൾ ഭാരിച്ചു, ഭാരമുള്ളതായി എന്നാണ്, അവന്റെ തുലാസുകൾ ഭാരമുള്ളതായി. രണ്ടാമത്തെ അർത്ഥപ്രകാരം അവന്റെ മൗസൂനുകൾ ഭാരിച്ചതായി. മൗസൂൻ ആണ് തൂക്കപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ എന്താ തൂക്കപ്പെടുക പരലോകത്ത്? മനുഷ്യന്മാരുടെ കർമ്മങ്ങളാണ്. അപ്പോൾ മൗസൂൻ ആണ് അവിടെ അമലുകൾ, അമാൽ. അപ്പോൾ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ, അത് ഉദ്ദേശം മവാസീൻ. കർമ്മങ്ങൾ മാത്രമല്ല, ഇൻഷാ അല്ലാഹ് അത് നമ്മളൊന്ന് വിശദീകരിക്കാം. ഫഅമ്മ എന്നാൽ മൻ സഖുലത് ആരുടെ മവാസീനുഹു തുലാസുകളാണോ അല്ലെങ്കിൽ കർമ്മങ്ങളാണോ ഭാരമുള്ളതായത്, ഭാരിച്ചതായത്, ഫഹുവ ഫീ ഈശത്തിൻ റാദിയ ഫഹുവ അവൻ, അപ്പോൾ അവൻ, ഫ എന്നുള്ളത് ഈ അമ്മ എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ മൻ എന്നുള്ളതിൻ്റെ ജവാബ്. ഫഹുവ അപ്പോൾ അവൻ, ഫീ ഈശത്തിൻ റാദിയ. ഈശത്ത് എന്ന് പറഞ്ഞാൽ, ഈശത്ത് എന്ന് പറഞ്ഞാൽ ഹയാത്ത്, ജീവിതം. ഐഷ് എന്ന അർത്ഥത്തിൽ ഈശത്ത്. ഖൗഫ് ഖീഫത്ത് എന്ന് പറയില്ലേ, ഖീഫത്ത് ഭയം എന്നർത്ഥത്തിൽ. അതേപോലെ ഈശത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം. ഫഹുവ ഫീ ഈശത്തിൻ റാദിയത്തിൻ. റാദിയ എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ, തൃപ്തിയേകുന്ന ജീവിതത്തിലാകുന്നു. അപ്പൊ ആരുടെ മവാസീനാണോ ഭാരിച്ചതാകുന്നത് അവൻ ഫി ഈശത്തിൻ റാദിയത്തിൻ തൃപ്തിയേകുന്ന, തൃപ്തി സമ്മാനിക്കുന്ന ജീവിതത്തിലാകുന്നു. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു. വഅമ്മാമൻ എന്നാൽ, ഇതേപോലെ തന്നെ എന്നാൽ, വാവാത്തുഫിൻ്റെത് അമ്മ തഫ്സീലിയ. എന്നാൽ മൻ ഖഫ്ഫത് ആരുടെ മവാസീനുഹു മീസാനുകളാണോ, ഖഫ്ഫത് എന്താ? ഭാരം കുറഞ്ഞു. ഖഫ്ഫത് ഭാരം കുറഞ്ഞു. ആരുടെ മവാസീൻ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മീസാൻ അല്ലെങ്കിൽ മൗസൂൻ, അതിൻ്റെ ബഹുവചനം. ആരുടെ മവാസീനാണോ കനം കുറഞ്ഞത്, ഭാരം കുറഞ്ഞത്, ഫഉമ്മുഹു ഹാവിയ. ഫഉമ്മുഹു അപ്പോൾ ഉമ്മുഹു അവൻ്റെ ഹാവിയത്തുൻ. എന്താ പറഞ്ഞ അർത്ഥം? ഉമ്മുഹു ഹാവിയ. അവിടെ ഫ ഉമ്മുഹു, ഉമ്മുഹു എന്താ അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ? ഉമ്മു പറഞ്ഞ അവൻ്റെ ഉമ്മ. എന്താ ഈ ഉമ്മ പറഞ്ഞ? എന്നുള്ളത് അവിടെ യഥാർത്ഥ അർത്ഥത്തിലാണോ അതല്ല ആലങ്കാരിക അർത്ഥത്തിലാണോ എന്നാണ്. ഹഖീഖിയത്താണോ അതല്ല ഇസ്തിആരിയയാണോ എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. മുഫസ്സിറുകൾ പറയുന്നത് രണ്ടർത്ഥവും അവിടെ ഉദ്ദേശിക്കും. ഉമ്മ പറഞ്ഞാൽ നമ്മളമ്മ അല്ലേ, മാതാവ്. അപ്പോൾ അവിടെ ഹഖീഖിയായ ഉദ്ദേശത്തിൽ തന്നെയാണ്. ആ അർത്ഥം നമ്മൾ പരിഗണിച്ചാൽ നോക്കുക എങ്ങനെയാണെന്ന്. ആരുടെ മവാസീനാണോ കനം കുറയുന്നത്, ഭാരം കുറഞ്ഞതാകുന്നത്, ഫഉമ്മുഹു അപ്പോൾ അവൻ്റെ ഉമ്മ ഹാവിയത്തുൻ ഹാലികത്തുൻ നശിക്കുന്നവളാണ്. യഥാർത്ഥാർത്ഥത്തിൽ ഒരു ഉമ്മ തൻ്റെ മകൻ്റെ നാശം കാണുമ്പോൾ ആ ഉമ്മ സൗഭാഗ്യവതിയാകുമോ അതല്ല നാശകാരിയാകും അല്ലേ? അപ്പൊ സ്വന്തം മകൻ അവൻ്റെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ കർമ്മരേഖയിലൊന്നുമില്ല, തൂക്കുന്ന തുലാസ് അത് കനം തൂകാനൊന്നുമില്ല എങ്കിൽ അതിന് സാക്ഷിയാകുന്ന ഒരു ഉമ്മ അവൾ ഹാലിക്കത്ത് അല്ലേ, നശിക്കും. പിന്നെ വിശുദ്ധ ഖുർആനിൽ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്ന ആയത്തുണ്ട്. എന്താ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല? എന്താ അതിൻ്റെ അർത്ഥം? വത്തഖദല്ലാഹ് അള്ളാഹു സ്വീകരിച്ചു ഇബ്രാഹിം നബിയെ ഖലീലായി. ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ?
ഇഷ്ടഭാജനായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു തൻ്റെ ഖലീലായി സ്വീകരിച്ചു, ഇഷ്ടഭാജനമായി സ്വീകരിച്ചു എന്ന അർത്ഥം വരുന്ന ആയത്ത് ഒരാറാബി ഓതിയപ്പോൾ ആറാബി പ്രതികരിച്ചത് ലഖദ് ഖറത്ത് ഐനു ഉമ്മി ഇബ്രാഹിം എന്നാണ്. ലഖദ് ഖറത്ത് ഐനു ഉമ്മി ഇബ്രാഹിം. എന്താ അതിനർത്ഥം? ഇബ്രാഹിം നബിയുടെ ഉമ്മാന്റെ കണ്ണ് കുളിർത്തിരിക്കുന്നു. ഇബ്രാഹിം നബിയുടെ ഉമ്മാന്റെ കണ്ണ് കുളിർത്തിരിക്കുന്നു എന്നാ അങ്ങനെ ആറാബി പറയാൻ കാരണം എന്താ? അതിന്റെ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ആദരിക്കുകയും അള്ളാഹു ഖലീലാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു വാർത്ത ഒരു ഉമ്മ കേൾക്കണം സ്വന്തം മകനെ കുറിച്ച്. ആ ഉമ്മ നെറൂറിയത് അടിയില്ലേ? ആ ഉമ്മന്റെ കൺകുളിർക്കൂലേ? അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആറാബിയുടെ പ്രതികരണം ലഖദ് ഖറത്ത് ഐനു ഉമ്മി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ഉമ്മാന്റെ കണ്ണ് കുളിർത്തിരിക്കുന്നു. കാരണം എന്താ? പിന്നെ സ്വന്തം മകൻ അള്ളാഹുവിന്റെ ഖലീലായിട്ട് വാഴ്ത്തപ്പെടാൻ. അപ്പൊ ഏതൊരു ഉമ്മയാണ് സന്തോഷിക്കാതിരിക്കുക? അതാണ് പിന്നെ അവിടെ വിഷയം. ഇവിടെ ഒരാൾ അയാളുടെ കർമ്മരേഖ ഒന്നുമില്ല, അയാൾ നാശകർത്തത്തിലേക്ക് വീഴുകയാണ്. അപ്പൊ ഏതൊരു ഉമ്മയാണ് നശിക്കാതിരിക്കുക? അതാണ് ഉമ്മുഹു ആവിയ, അപ്പോൾ അവന്റെ ഉമ്മ ഹാലികത്തുൻ, നശിക്കുന്നവളാണ് എന്ന് ഹഖീഖിയായ മാനയിൽ ഇവിടെ ചില മുഫസ്സിരികൾ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, തഫ്സീറുകൾ അതിന് നൽകിയിട്ടുണ്ട്. ചിലർ പറഞ്ഞല്ല അവിടെ ഈ ഉമ്മുഹു ഹാവിയത്ത് എന്നുള്ളത്, അതാണ് ഭൂരിപക്ഷ മുഫസ്സിരീങ്ങളുടെയും പക്ഷം. അവർ പറഞ്ഞത് ഉമ്മുഹു എന്ന് പറഞ്ഞാൽ മഅ്വാഹു, അവന്റെ അഭയം, മഅ്വാഹ് എന്നുള്ള അഭയം, മഅ്വ എന്നർത്ഥം, അവന്റെ മഅ്വ അഭയം, മൽജ സങ്കേതം. ഉമ്മുഹു അവന്റെ അഭയവും സങ്കേതവും ഹാവിയത്തുൻ, ഹാവിയത്താകുന്നു. ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ അഗാധ ഗർത്തം എന്നർത്ഥം. അഗാധ ഗർത്തമാകുന്നു ഹാവിയ. ആ രണ്ടാമത്തെ അർത്ഥപ്രകാരമാണ് ഹാവിയത്തിന് അഗാധ ഗർത്തം എന്നർത്ഥം. ഹാവിയത്ത് ഫഉമ്മുഹു ഹാവിയ, അവന്റെ അഭയം ഹാവിയത്താകുന്നു. വമാ അദ്റാക് മാ ഹിയ, എന്താ വമാ അദ്റാക്, നിന്നെ അറിയിക്കുന്നത് എന്താണ്? മാ അദ്റാക്, നിന്നെ അറിയിക്കുന്നത് എന്താണ്? മാ ഹിയ, മാ ഹിയ എന്നാണ് മാ ഇങ്ങനെയാണ്, മാ ഹിയ എന്നാണ്, പിന്നെ ഒരു ഹായും ഉണ്ടാവും. മാ ഹിയ ഇതാണ്, അത് എന്ത്, മാഹിയ അത് എന്ത്. ഈ ഹാവിയത്ത് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് ഹിയ പ്രയോഗിച്ചത്. എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നത് എന്താണ്? അത് ഈ ഹാവിയത്ത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ ചോദ്യം, ഈ പ്രയോഗം. അപ്പൊ മാഹിയ, ഹാവിയത്ത് എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നത് എന്താണ്? ചോദ്യവും പിന്നെ അതിന്റെ ആൻസറുമാണ്. എന്താ ആൻസർ? നാറുൻ ഹാമിയ. ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ നാറുൻ, അത് അഗ്നിയാകുന്നു, തീയാകുന്നു. എങ്ങനെയുള്ള തീ? ഹാമിയത്തുൻ, ഹാമിയ ചൂട് കടുത്ത, ചൂട് ഏറെയുള്ള, ഹാമിയ ചൂട് കഠിനമായ അഗ്നിയാകുന്നു ഹാവിയത്ത്. ഈ ഹാ അതിനാണ് ഹാ ഉസ്സക്ത എന്ന് പറയും ഭാഷയിൽ. ഹാ ഉസ്സക്ത എന്നതിന് പറയാം. മാഹിയ, മാഹിയ ഇത്രയാണ്. പക്ഷേ ഇവിടെ ഒരു ഹാ ഉണ്ടല്ലോ, ഹാ ഏറെ വന്നിട്ടുണ്ട്. ഹാ ഉസ്സക്ത എന്ന് പറയും. അത് ഈ ആയത്തുകളുടെ അവസാനം ഉണ്ടോ ഒക്കെ ഒരേ രീതിയിൽ അതിൻ്റെ വഖഫ് വരാൻ അങ്ങനെ പ്രയോഗിക്കും. നാറുൻ, നാറുൻ ഹാമിയ. എന്തേ? ഈ തൻവീനല്ല എന്നാണ്, മറ്റേതാണ്. നാറുൻ ഹാമിയ. ഇബ്ഹാറിന്റെ തൻവീനിൽ കൊണ്ടത് ഇതാണോ അതാണോ? ഇതാണ് ഇതല്ലേ, നിന്റെ തല തിരിഞ്ഞു പോയതാണ്. ഇങ്ങനെ
ഇവിടെ ഈ സൂറത്തിൽ ഇച്ചിരി വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം നമ്മളിവിടെ പറഞ്ഞ പിന്നെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക നമ്മൾ പറഞ്ഞു? യൗമ യകൂനുന്നാസു കൽ ഫറാഷിൽ മബ്സൂസ്, ജനങ്ങൾ വിതറപ്പെട്ട ജറാദിനെ പോലെ, വെട്ടുകിളികളെ പോലെ അല്ലെങ്കിൽ പാറ്റകളെ പോലെ ആയിത്തീരുന്ന ദിവസമാണ് അൽ ഖാരിഅത്ത് സംഭവിക്കുക. അതേപോലെ ജിബാലുകൾ കൽ ഇഹ്നിൽ മംഫൂഷ്, കടയപ്പെട്ട വർണ്ണങ്ങളുള്ള പരുത്തി പോലെ ആയിത്തീരുന്ന ദിവസത്തിലുമാണ് അന്ത്യനാൾ അൽ ഖാരിഅത്ത് സംഭവിക്കുക. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ പല വിഷയങ്ങളും സംഭവിക്കും, പലതും സംഭവിക്കും. അതിൽ ജനങ്ങൾക്ക് സംഭവിക്കുന്നതിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു. ജനങ്ങൾക്ക് ഇത് മാത്രമല്ല സംഭവിക്കുക, ജനങ്ങൾക്ക് ഇതിലേറെ ഗൗരവപ്പെട്ട വിഷയങ്ങൾ സംഭവിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഓരോരുത്തർ പറഞ്ഞിട്ടില്ല, പിന്നെയോ പലതും പല സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞ ഒരിടത്ത് യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്, മുലയൂട്ടുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വിസ്മരിക്കുന്ന ദിവസമാണ് അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം. മനസ്സിലായില്ലേ? വതബഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, ഗർഭിണികൾ അവരുടെ ഗർഭം പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. എത്ര മാസം ഗർഭത്തിലായാലും ഉള്ളതിനെ പ്രസവിക്കും അന്ത്യനാളിൻ്റെ ഭീകരതയാൽ എന്നാണ്. വതറന്നാസ സുകാറ വമാഹും ബിസുകാറ, ജനങ്ങൾ ലഹരി ബാധിച്ചവരെ പോലെ നിനക്ക് കാണാം എന്നാണ്, അവർ ലഹരി ബാധിച്ചവർ അല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞ വേറെയും വചനങ്ങൾ കാണാൻ സാധിക്കും. യൗമ യഫിറുൽ മർഉ മിൻ അഖിഹി വ ഉമ്മിഹി വ അബിഹി വ സ്വഹിബതിഹി വ ബനി, മനുഷ്യർ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഇണകൾ ഇവരൊക്കെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണ് എന്നൊക്കെ അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസത്തെക്കുറിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ പർവ്വതങ്ങൾക്കും ചില വചനങ്ങളിൽ പറഞ്ഞ എന്താണ്? പർവ്വതങ്ങൾ അത് പിന്നെ പർവ്വതങ്ങൾ അത് പിന്നെ വഹുമിലത്തിൽ അർദു വൽ ജിബാൽ ഫദുക്കത ദക്കതൻ വാഹിദ എന്നാണ്. പർവ്വതങ്ങൾ ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കപ്പെടും. അങ്ങനെ പർവ്വതങ്ങൾ അത് തകരുമെന്നാണ്. തകരുന്ന പർവ്വതങ്ങൾ ചില വചനങ്ങളിൽ കാണാൻ സാധിക്കും. ആ പർവ്വതങ്ങൾ അത് കസീബം മഹീല എന്നാണ്. എന്താ കസീബം മഹീല എന്നാണ്? ഇങ്ങനെ മണൽത്തിട്ട പോലെ ആവുന്നതാണ്. ഉറച്ച പർവ്വതങ്ങൾ, പാറകൾ ഊന്നിയ പർവ്വതങ്ങൾ അത് മണൽത്തിട്ടക്ക് സമാനമായിട്ട് പരിണമിക്കും എന്നാണ്. ചില വചനങ്ങളിൽ പറയുന്നത് ആ പർവ്വതങ്ങൾ അത് സഞ്ചരിക്കുന്നത് പോലെ തന്നെ. മനസ്സിലായില്ലേ? പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ ചില വചനങ്ങളിൽ അത് പരുത്തി പോലെ, ചിലത് അത് കടയപ്പെട്ട പരുത്തി പോലെ. ചിലയിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ ഫയദറുഹാ ഖാഅൻ സഫ്സഫാന. മനസ്സിലായി? പർവ്വതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്ത് പൊടിച്ചു കളയും. എന്നിട്ട് പർവ്വതങ്ങൾ ഉള്ളയിടത്ത് നിരപ്പായ സ്ഥലം, ലാ തറാ ഫിഹാ ഇവജൻ വലാ അംത എന്നാണ്. പിന്നെ ഒരു കുന്നും കുഴിയൊന്നുമില്ല, നിമ്നോന്നതം എന്ന ഒരു അവസ്ഥ അല്ല. പർവ്വതങ്ങൾ അല്ലാഹു പൊടിച്ചിട്ടുണ്ടെങ്കിൽ നിരത്തി കളയും എന്നാണ്. പർവ്വതങ്ങൾ അതുള്ളയിടത്ത് വതസീറുൽ ജിബാലു സൈറ എന്നാണ്. പർവ്വതങ്ങൾ ചലിക്കും. പിന്നെ പർവ്വതങ്ങളുള്ളയിടത്ത് പർവ്വതങ്ങളില്ലാത്ത അവസ്ഥ അങ്ങനെ ആയിത്തീരുമെന്നാണ്. അതൊക്കെ പരലോകത്തിൻ്റെ ഭീകരതയെ മനസ്സിലാക്കാൻ പലയിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ശൈലികളിലാണ് ആ കാര്യം ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മംഫൂഷ് എന്നാണ്. പർവ്വതങ്ങൾ ഇതുപോലെ ആയിത്തീരുന്നതാണ്. പർവ്വതങ്ങൾ ഇപ്രകാരമായി, ജനങ്ങൾ ഇപ്രകാരമായി പരലോകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതാണ് വിഷയം. പർവ്വതം അത് കഴിഞ്ഞാൽ ആളുകളുടെ വിചാരണയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ വിചാരണക്കെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിചാരണ നീതിപൂർവ്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വർഗാർഹരെ സ്വർഗത്തിലേക്കും നരകാർഹരെ നരകത്തിലേക്കും ഒറ്റയടിക്ക് വിരിച്ച് വിടാൻ കഴിയും, ആക്കാനും കഴിയും. പക്ഷെ അള്ളാഹു അവൻ്റെ വിചാരണ നീതിപൂർവകം പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഹാജരാക്കും. അള്ളാഹു അവരെ ചോദ്യം ചെയ്യും, അവരിൽ നിന്നുള്ള പ്രതികരണം കേൾക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളെ ഹാജരാക്കും. എന്നിട്ട് ആളുകളുടെ ചെയ്തികൾക്ക് സാക്ഷികളുടെ സാക്ഷ്യം സ്വീകരിക്കും. കണ്ട, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യും. ആളുകളോട് ചോദിക്കും, അവരുടെ പ്രതികരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. അതേപോലെ തന്നെ സാക്ഷികളെ അള്ളാഹു വിസ്തരിക്കും. സാക്ഷികളിൽ നിന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. ഇതിനൊന്നും ആവശ്യം അള്ളാഹ്ക്കില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ വിചാരണ നീതിപൂർവമാണ് എന്നുള്ളത് പടപ്പുകളെ ബോധ്യപ്പെടുത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിൻ്റെ ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മീസാനിനെ സ്ഥാപിക്കും. വനദഉൽ മവാസീനൽ ഖിസ്ത് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നാം നീതിയുടെ തുലാസിനെ സ്ഥാപിക്കും എന്ന് അള്ളാഹു പറഞ്ഞു.
ഉണ്ടോ? നീതിയുടെ തുലാസ് സ്ഥാപിക്കും. അങ്ങനെ നീതിയുടെ തുലാസ് സ്ഥാപിച്ചതിന് ശേഷം ആളുകളുടെ കർമ്മങ്ങൾ, കർമ്മരേഖകൾ ആളുകൾ തന്നെയും അള്ളാഹുവിൻ്റെ മുന്നിൽ തൂങ്ങും, അള്ളാഹുവിൻ്റെ മുമ്പിൽ തുലാസുകളിൽ തൂങ്ങും എന്നുള്ളതാണ്. ഇവിടെ ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു എന്നാണ്. ആരുടെ മീസാനുകളാണോ കനം തൂങ്ങുന്നത് എന്നാണ്. അതിൽ മീസാനുകൾ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മവാസീനാണോ കനം തൂങ്ങുന്നതാണ്. മീസാനും ആകാം മൗസൂനാകാം. മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ്, മൗസൂൻ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെടുന്നത്. മനസ്സിലായോ? തൂക്കപ്പെടുന്നത് എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് മനുഷ്യന്മാരുടെ അമലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ കർമ്മങ്ങളെ തൂക്കും. അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ കർമ്മരേഖകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൂക്കും. അതാണ് സിജില്ലാത്ത്, കർമ്മരേഖകൾ. അതേപോലെ തന്നെ അഷ്ഖാസുകളെയും അള്ളാഹു തൂക്കും. ചില വ്യക്തികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുവാനും ബഹുമാനിക്കാനും അവരെ തൂക്കും. ചില ആളുകൾ അവർ ആദരവിന് അർഹരല്ല, അതുകൊണ്ട് അവർ ആദരവിന് അർഹരല്ല എന്നുള്ളത് അറിയിക്കാനും അള്ളാഹു അവരെ തൂക്കും. അതുകൊണ്ടാണ് ചില തടിച്ച മനുഷ്യന്മാർ അന്ത്യനാളിൽ കൊണ്ടുവരുന്നതാണ്. മനസ്സിലല്ലേ? വളരെ ഗെറ്റപ്പുള്ള തടിച്ചവരെ കൊണ്ടുവരുന്നതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു ജനാഹു ബഊദ് എന്നാണ് എന്താ? കൊതുകിൻ്റെ ചിറകിൻ്റെ ഭാരം തുലാസിൽ അവർക്ക് ഉണ്ടാവില്ല എന്നാണ്. ചില ആളുകളെ അവർ നല്ല തടിച്ചവരാണ്, മല്ലന്മാരാണ്. അന്ത്യനാളിൽ അവരെ കൊണ്ടുവരും. എന്നിട്ട് അവരെ തുലാസിൽ തൂക്കിയാൽ അവർക്ക് കൊതുകിൻ്റെ ചിറക് അതിൻ്റെ തൂക്കം ഉണ്ടാവില്ല എന്നാണ്. അതിൻ്റെ തൂക്കം അള്ളാഹുവിൽ ഉണ്ടാവില്ല എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതേസമയം ചില ആളുകളെ അന്ത്യനാളിൽ തൂക്കും. അവർ ഉഹുദ് പർവ്വതത്തേക്കാൾ നന്മയുടെ തുലാസിൽ ഭാരമുള്ളതായി തൂങ്ങുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മദീനയിൽ ഒരു അറാക്കിൻ്റെ മരത്തുമ്മ കയറി. അപ്പോൾ അദ്ദേഹം ഒരു മെലിഞ്ഞ ശാരീരിക പ്രകൃതിയായിരുന്നു. പ്രത്യേകിച്ച് കാലുകളൊക്കെ സൂക്ഷിച്ച് വണ്ണം കുറഞ്ഞ കാലുകളായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആടുകളെ മേച്ചിരുന്ന ഒരു ഇടയൻ കൂടിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ശ്രേഷ്ഠത അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനുണ്ട്. അവർ സഹോദരങ്ങൾ ഖുദാമ ഇബ്നു മസ്ഊദ്, അബ്ദുള്ള ഇബ്നു മസ്ഊദ്, ഇവരൊക്കെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഈ ഇബ്നു മസ്ഊദ് ഒരിക്കൽ മദീനയിൽ ഒരു മരത്തുമ്മ കയറി അറാക്കിൻ്റെ കൊമ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാറ്റടിച്ചപ്പോൾ തുണി കാലിൽ നിന്ന് പാറി. അപ്പം മെലിഞ്ഞ കാലാണ് ആ തുണിൻ്റെ ഇടയിലൂടെ കാറ്റ് വന്നപ്പോൾ ആളുകൾ കണ്ടത്. അപ്പോൾ അവർ ആ കാല് കണ്ടപ്പോൾ ചിറിച്ചുപോയി. മെലിഞ്ഞ കാല് ഒരാൾക്ക് കണ്ടപ്പോൾ അവർ ചിറിച്ചുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനോട് പറയാണ്, മിമ്മ തഅജബൂൻ ഔ മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്ത് കാരണത്താലാണ് നിങ്ങൾ ചിരിക്കുന്നത്, എന്ത് കണ്ടാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? വ ഇന്നഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ജബലി ഉഹുദ്. ഇബ്നു മസ്ഊദിൻ്റെ ആ രണ്ട് കാലുകൾ മീസാനിൽ, നന്മയുടെ തുലാസ് തൂക്കുന്ന മീസാനിൽ, അത് ഉഹുദ് പർവ്വതത്തേക്കാൾ ഭാരം തൂങ്ങുന്നവയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ഇബ്നു മസ്ഊദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിൽ തൂക്കി ആദരിക്കും. അവരൊക്കെ പിന്നെ ധാർമ്മികമായി, ആത്മീയമായി, ദീനിയായി ഭാരിച്ച വ്യക്തിത്വങ്ങളാണ് എന്നുള്ളത് അള്ളാഹു അറിയിപ്പിക്കുവാനും അവരെ ആദരിക്കുവാൻ. അപ്പോൾ പിന്നെ മൗസൂൻ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെടുന്നതാണ്. എന്താണ് തൂക്കപ്പെടുന്നത്? വ്യക്തികൾ തൂക്കപ്പെടും. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ രേഖകൾ, കർമ്മരേഖകൾ തൂക്കപ്പെടും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഒരു വ്യക്തി അയാൾ തിന്മയിൽ ജീവിച്ച ആളാണ്, പക്ഷേ അയാൾ ഒരു മുവഹിദാണ്, ഏകദൈവ വിശ്വാസിയാണ്. അപ്പോൾ അയാളുടെ തിന്മകളുടെ സിജില്ലുകൾ, രേഖകൾ അള്ളാഹുവിൻ്റെ തുലാസിൽ, അതിന് രണ്ട് തട്ടുകളാണല്ലോ, തട്ടിൻ്റെ ഒരു കിഫയിൽ വെക്കുന്നതാണ്, തട്ടിൽ വെക്കുന്നതാണ്. അപ്പോൾ ഈ സിജില്ലുകൾ ഇങ്ങനെ ഭാരിച്ച് തൂങ്ങാണ്, തിന്മകൾ, മനസ്സിലല്ലേ? അപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, നീ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ, നിനക്ക് വല്ല നന്മയും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നിനക്കൊരു നന്മ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബിത്താക്ക പുറത്തു കൊടുക്കും, ഒരു ബിത്താക്ക. ആ ബിത്താക്കയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന സാക്ഷിയുണ്ട്, കെലിമ, അയാൾ ചൊല്ലിയ കെലിമുണ്ട്.
അയാളുടെ തൗഹീദ് ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ എന്നുള്ള സാക്ഷ്യവചനം അയാൾക്കുള്ളത് ഉണ്ട്. പിന്നെ തിന്മകളാണ്. അപ്പോൾ ആ ബിതാക്ക പുറത്തെടുക്കും. എന്നിട്ട് പറയും ഈ ഒരു നന്മ നിനക്കുണ്ട് എന്ന് പറയും. അപ്പോൾ ആ വ്യക്തി തന്നെ പറയും, അള്ളാഹുവെ ഈ സിജില്ലുകൾ ഇவ்விധം ഭാരിച്ചതായിരിക്കെ ഈ ബിതാക്ക എന്താണ് എനിക്ക് ഉപകാരം ചെയ്യുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുലാസിൻ്റെ മറ്റേ തട്ടിൽ ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന് പറയുന്ന ബിതാക്ക വെക്കും, തട്ടിൽ വെക്കും. അതോടുകൂടിയിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫറജഹത്തിൽ കിഫ വതാശത്തി സിജില്ലാത്ത് എന്നാണ്. ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ബിതാക്ക വെച്ച ആ തുലാസിൻ്റെ തട്ട് ഭാരിച്ച് കനം തൂങ്ങുകയും ഈ സിജില്ലാത്തുകളുണ്ടല്ലോ, മറ്റ് തിന്മയുടെ കർമ്മരേഖകൾ, അതെല്ലാം പാറി കനം കുറഞ്ഞ് ചിതറിപ്പോവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞതൊരു മനുഷ്യൻ ഏകദൈവ വിശ്വാസിയാണ് എങ്കിൽ അയാൾക്ക് പരലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായുള്ള രക്ഷയെക്കുറിച്ചാണ്. ഇവിടെ തൂക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മീസാനിന് 2 കിഫകളുണ്ട്, 2 തട്ടുകളുണ്ട്. ആ തട്ടിൽ സിജില്ലാത്തുകൾ തൂക്കും എന്നുള്ളതാണ്. അപ്പോൾ സഖുലത് മവാസീനുഹു എന്ന് പറഞ്ഞാൽ ഒരാളുടെ മവാസീൻ ഭാരിച്ചതായാൽ, മവാസീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തൂക്കപ്പെടുന്ന സിജില്ലുകൾ, ഏടുകൾ, കർമ്മരേഖകൾ. അതേപോലെ കർമ്മങ്ങളും തൂക്കും, കർമ്മങ്ങളെയും തൂക്കും. അള്ളാഹു അവൻ്റെ വിചാരണ വൈവിധ്യമാർന്ന രീതിയിലാണ്. അപ്പോൾ വ്യക്തികളെ തൂക്കും, വ്യക്തികളുടെ കർമ്മരേഖകൾ തൂക്കും, അതേപോലെ കർമ്മങ്ങളെ തന്നെയും തൂക്കും. അതിൻ്റെ തെളിവെന്താ? നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ദിക്റിനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാൻ എന്നാണ് അല്ലേ? നാവിന് പറയാൻ എളുപ്പമുള്ള 2 കലിമകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അതിനെക്കുറിച്ച് പറഞ്ഞത് അത് സഖീലത്താനി ഫിൽ മീസാൻ എന്നാണ്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഭാരിച്ചവയാണെന്നാണ്. അപ്പോൾ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൂക്കും. മനസ്സിലായി? കർമ്മങ്ങൾ ഇനി വാചകങ്ങളാണെങ്കിലും മനസ്സിൻ്റെ നിയ്യത്തുകളാണെങ്കിലും ചെയ്ത പ്രവൃത്തികളാണെങ്കിലും ദുനിയാവിലാണ് അതിനൊരു തൂക്കാൻ അതൊരു പദാർത്ഥമല്ല, ദുനിയാവിൽ തൂക്കാൻ അതൊരു പദാർത്ഥമല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ തൂക്കാൻ ഉദകത്തിൽ കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റും, പരിണമിപ്പിക്കും. എന്നിട്ട് കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മീസാനിൽ തൂക്കുകയും ചെയ്യും. അപ്പോൾ ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു, ആരുടെ മവാസീനാണോ ഭാരിച്ചത്, തൂക്കപ്പെടുന്ന വസ്തുക്കൾ, അത് വ്യക്തിയാകട്ടെ, ഏടാകട്ടെ, കർമ്മമാകട്ടെ, അത് നന്മയുടേത് ഭാരിച്ചാൽ, കനം തൂങ്ങിയാൽ, ഫഹുവ അത്തരക്കാരൻ ഫി ഈശത്തിൻ റാദിയത്തിൻ, ഈശത്തിൻ, ഈശത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം, ഈശത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം. എങ്ങനെയുള്ള ജീവിതം? റാദിയത്തിൻ, തൃപ്തിയേകുന്ന ജീവിതത്തിലാണ്, തൃപ്തിയേകുന്ന ജീവിതത്തിലാണ്. റാദിയ എന്ന് പറഞ്ഞാൽ അത് ഇസ്മു ഫായിലാണ് അല്ലേ? അതിന് തൃപ്തി നൽകപ്പെട്ട ജീവിതം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മർദിയ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ മുർദിയ എന്ന അർത്ഥത്തിൽ, മർദിയ എന്ന അർത്ഥത്തിൽ തൃപ്തി ഏകപ്പെട്ട ജീവിതം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തൃപ്തി തരുന്ന ജീവിതം, തൃപ്തി തരുന്ന ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് സ്വർഗീയ ജീവിതമാണ്, സ്വർഗീയ ജീവിതമാണ്. അതല്ലേ തൃപ്തിയേകുന്ന ജീവിതം? അവിടെ ക്ഷീണമല്ല, മയക്കല്ല, അവിടെ പ്രയാസകരമായ നീരസമായ ഒന്നുമില്ല, എല്ലാം തൃപ്തിയേകുന്നതാണ്. അത് സ്വർഗീയ വിഭവങ്ങളെല്ലാം ഒരാൾക്ക് സന്തോഷവും തൃപ്തിയും പ്രദാനം ചെയ്യുന്ന രീതിയിലാണുള്ളത്. എന്നാൽ വഅമ്മാമൻ ഖഫത്ത് മവാസീനുഹു, ഒരുവൻ ഖഫത്ത് മവാസീനു, അവൻ്റെ മവാസീൻ ഖഫത്ത്, കനം കുറഞ്ഞു, കനം കുറഞ്ഞു. അവിടെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്, വ്യക്തികൾ, കർമ്മരേഖകൾ, അതേപോലെ തന്നെ കർമ്മങ്ങൾ. അതിന് കനല്ല, നന്മകളൊന്നുമില്ല എന്നർത്ഥം, തൂങ്ങാൻ മാത്രം. എങ്കിൽ ഉമ്മുഹു ഹാവിയ, അവൻ്റെ ഉമ്മ ഹാവിയത്താണെന്നാണ്, ഹാലിക്കത്താണെന്ന്. അതതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അവൻ്റെ ഉമ്മ ഹാലിക്കത്താണ്, നാശത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഉദ്ദേശം? നമ്മൾ പറഞ്ഞ് മനസ്സിലായില്ലേ? അയാൾ വിചാരണ ചെയ്യപ്പെടുന്നു, അയാൾക്ക് സമ്പാദ്യമായി ഒരു നന്മയുമില്ല എങ്കിൽ അതിന് സാക്ഷിയാകുന്ന അയാളുടെ മാതാവിൻ്റെ അവസ്ഥ എന്താ? മാതാവിൻ്റെ അവസ്ഥ എന്താ?
അവർ അവർ നാശത്തിൽ കൂപ്പുകുത്തുകയാണ് എന്നുള്ളതാണ്, അവർ നശിക്കുകയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി ഉമ്മുഹു ഹാവിയ, അവൻ്റെ അഭയം, അവൻ്റെ സങ്കേതം ഹാവിയത്താകുന്നു, നാശഗർത്തമാകുന്നു. ഹാവിയത്ത് എന്ന ഗർത്തം എന്നർത്ഥം. ഹവ എന്ന ക്രിയയിൽ നിന്നാണ്. ഹവ എന്ന് പറഞ്ഞാൽ വീണു എന്നർത്ഥം. ഹവ എന്ന് പറഞ്ഞാൽ വീണു എന്നർത്ഥം. യഹ്വി, ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ ഗർത്തം, ആഴം. ഉമ്മുഹു ഹാവിയത്തുൻ, അവൻ്റെ അഭയം ഹാവിയത്താകുന്നു. എന്താണ് ഹാവിയത്ത്? അതാണ് വമാ അദ്റാക് മാ ഹിയ. ഹാവിയത്ത് എന്നാൽ എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നത് എന്ത്? നാറുൻ ഹാമിയ, അത് ചൂടുള്ള അഗ്നിയാകുന്നു, ചൂടുള്ള നരകത്തീയാകുന്നു. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂറത്ത് പരലോക സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്താണ്. മനുഷ്യന്മാരുടെ നന്മകളാണ് പരലോകത്ത് മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തുക. അത് മനുഷ്യന്മാരുടെ സമ്പാദ്യം ആയിട്ടുണ്ടാകുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യം നാളിൽ വിചാരണയുടെ വേദിയിൽ സ്ഥാപിക്കുന്ന തുലാസിൽ ഭാരിച്ചതായി തൂങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് പരലോകത്ത് സംതൃപ്തമായ ജീവിതമുള്ളത്. അതില്ല എങ്കിൽ സംതൃപ്ത ജീവിതം ഇല്ല എന്ന് മാത്രമല്ല, അവന് ആഴത്തിൽ അഗാധമായ ഗർത്തം, അതാണ് നരകം. ആ നരകത്തിൽ കേവലം ആഴം മാത്രമല്ല, ഹാവിയത്ത് എന്നുള്ളത് ആഴത്തിൽ കുഴിയാണ്. ആഴത്തിൽ കുഴി മാത്രമല്ല, പിന്നെയോ നാറുൻ ഹാമിയത്തും കൂടിയാണത്. ചൂടേറ്റുന്ന തീ കൂടിയാണ്. അപ്പോൾ ആഴത്തിൽ അഗാധമായി നരകം പാതാളത്തിലാണ്, അതിൽ തീയാണ്. ആ തീ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തെ തീയല്ല, പിന്നെയോ ഹാമിയത്തായ തീയാണ്. ഹാമിയത്തായ തീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവ് കണ്ട തീ, അതിനെത്ര ചൂടുണ്ടോ അതിലേക്ക് 69 ഇരട്ടി ചൂട് ചേർക്കപ്പെട്ട, അതാണ് അതിൻ്റെ കാഠിന്യം. അത്ര ചൂട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു. പിന്നെ ഭൗതിക ലോകത്ത് കാണപ്പെട്ട തീ, അതിൻ്റെ ചൂട് എത്ര ഉണ്ടാവും? അപ്പോൾ സഹാബികൾ പറയാണ് വൈന്നഹാല കാഫിയ, ആ ചൂട് തന്നെ മതിയല്ല മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ, ആ ചൂട് തന്നെ മതിയല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇന്നഹാ ഫുദ്ദിലത് ബിതിസ്ഇൻ വസിത്തീന ജുസ്അ എന്നാണ്. നരകത്തീ, ഈ ഭൗതിക ലോകത്ത് തീൻ്റെ ചൂടുണ്ടല്ലോ, അതിനേക്കാൾ 69 ഇരട്ടി കൊണ്ട് അതിൻ്റെ ചൂട് തീവ്രമാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്, അതിൽ കഠിനമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അപ്പോൾ പിന്നെ കർമ്മരേഖകൾ നന്മകളാൽ കനം തൂങ്ങാതെ കനം കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മുഹു ഹാവിയ, അവൻ്റെ അവൻ്റെ മഅ്വയും അവൻ്റെ അഭയവും മടക്കസ്ഥാനവും എന്ന് പറഞ്ഞാൽ കുട്ടികളടുത്തേക്ക് മക്കൾ ഓടിച്ചെല്ലൂലേ രക്ഷയ്ക്ക് വേണ്ടി, ഉമ്മാൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലണത് പോലെ ഈ ആളുകൾ നഷ്ടം കണ്ട് പരാജയം കണ്ട് ഓടുന്നത് ഓടുന്നത് അതാണ് ഈ ഹാവിയത്തിലേക്കാണ്. ഉമ്മയിലേക്ക് മക്കൾ ഓടുന്നത് പോലെ ഈ പരാജിതർ പായുന്നത് ഹാവിയത്തിലേക്കാണ്. ഹാവിയത്ത് എന്ന അഗാധത്തിൽ ഗർത്തമാണ്, കുഴിയാണ്. കേവലം കുഴിയാണെന്ന് ആളുകൾ വിചാരിക്കേണ്ട. ഹാവിയത്ത് എന്നുള്ള പദം കുഴി, ഗർത്തം എന്നുള്ളതാണ് അറിയിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുകയാണ്. കേവലം ഒരു അഗാധ ഗർത്തം എന്ന് വിചാരിക്കേണ്ട. വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ, ആ ഗർത്തം അത് നാറാണ്, തീയാണ്. തീ എന്ന് വിചാരിക്കുമ്പോൾ ദുനിയാവിൽ കണ്ട് പരിചയമുള്ള തീയാണെന്ന് വിചാരിക്കേണ്ട, പിന്നെയോ ഹാമിയത്തായ തീയാണ്. ചൂടിന് ഊക്കേറെയുള്ള തീയാണ് എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. സ്വർഗത്തിൽ മയക്കുറക്കമല്ല, ഈ പിന്നെ അത് ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ
ഉറങ്ങില്ല. പക്ഷേ അവര് പിന്നെ യഥാർത്ഥത്തിലുള്ള സ്വർഗപ്രവേശനത്തിന് ശേഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ലാത്തത്, അങ്ങനെ ഉറക്കവും മയക്കുമായിട്ട് സ്വർഗീയ സുഖങ്ങൾ നഷ്ടപ്പെടില്ലാത്തത്. പക്ഷെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു ഉറക്കമുണ്ട്. ഫുഖറാ ഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിലെ ഫക്കീറന്മാരുണ്ടല്ലോ, ധനികന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് 500 വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവർ സ്വർഗത്തിൽ ഉറങ്ങിക്കിടക്കുകയും ചെയ്യും എന്ന ഹദീസുണ്ട്. പിന്നെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് അവർ മുഴുവൻ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഉറക്കമില്ലാത്ത രീതിയിൽ ജീവിക്കുക. അങ്ങനെ ഹദീസുകളിൽ കാണാം. വമാ അദ്റാക് മാ ഹി, മാ എന്നുള്ളത് ഇതാണ്, ഇസ്തിഫാമിന്റെ മായാണ് ഇത്, മനസ്സിലായേ? അത് മാ എന്നുള്ളതാണ്, കുൻഹി എന്ന അർത്ഥത്തിലല്ല. ഒരു വസ്തുവിന്റെ മാഹിയത്ത് എന്നത് പറയും, മനസ്സിലായി? അത് തന്നെയും എന്താണ്, അത് തന്നെയും ഈ മാഹിയ എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ ഇസ്തിഫാമിന്റെ മായും ഹിയയും ചേർന്നാണ്. അതും പിന്നെ കുൻഹ എന്നുള്ള അർത്ഥത്തിൽ ഒരു വസ്തുവിന്റെ മാഹിയത്ത് എന്ത് എന്ന് പറയും. മാഹിയത്ത് കുൻഹ എന്ന് പറയുമ്പോഴും ഈ മായും ഹിയയും അതിതാണ്. പിന്നെ മായും ഹിയ എന്നുള്ളതും ചേർന്നാണ്, മാ പ്ലസ് ഹിയാണ്. ഫിലോസഫിയിൽ മന്തിക്കിലൊക്കെ അങ്ങനെ വരുന്നത്. അതൊരു ഇതിനെങ്ങനെ വളച്ചെടുത്താണ്. മാ ഇസ്തിഫാമിയ, ഹിയ എന്നുള്ളത് ദമീർ, പിന്നെ ഹ എന്നുള്ളത് ഹാഉസക്ത എന്നാ പറയാം. അതെന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയത്തുകളുടെ അവസാനം അത് ഒരേ രീതിയിൽ കോർവയാകാം. ഇപ്പൊ നമ്മൾ സൂറത്തുൽ ഹാഖയിൽ പറയുന്നില്ലേ, പിന്നെ ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി വയഖൂലു ഹാഹും ഇഖ്റഊ കിതാബിയ എന്നാണ്. കിതാബിയ അവിടെ കിതാബി എന്നാണ്, എൻ്റെ കിതാബ് എന്നാണ്. കിതാബിയ എന്നാണ്, ഇങ്ങനെയുണ്ടാകുക. കിതാബിയ ശരിക്കും കിതാബി എന്നാണ്, എൻ്റെ കിതാബ് വായിക്കൂ എന്നാണ്, മനസ്സിലായില്ലേ? പക്ഷെ ഖുർആനിലുള്ളത് കിതാബിയ എന്നാണ്. ഈ ഹ എന്താണ്, ഹാവു സക്താണ്. അതേപോലെയാണ് ഇവിടെ മാഹിയ. ഫിഷൈ സയ്യാത്ത് തൂക്കും. ഇവിടെ പിന്നെ നന്മയുടെ രേഖകൾ തൂക്കും എന്നുള്ളതാണ് ഇവിടെ അറിയിക്കുന്നത്. കാരണം അതിനുള്ള കരീനത്താണ് ഇവിടെ ഉള്ളത്. ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അപ്പൊ ഈ തെളിവ് വെച്ചിട്ട് ഇവിടെ നന്മകൾ തൂക്കുന്നതിനെ കുറിച്ചാണ്, നല്ല വ്യക്തികൾ തൂക്കപ്പെടുന്നതിനെ കുറിച്ചാണ്, അവരുടെ നന്മയുടെ കർമ്മ രേഖകൾ തൂക്കുന്നതിനെ കുറിച്ചാണ്. മനസ്സിലല്ലേ? അത് തൂക്കം കുറയുന്നവരെ കുറിച്ചും ലഘൂകരിക്കപ്പെടുന്നവരെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. അതേസമയം തിന്മ തൂക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ആറാഫിന്റെ തുടക്കത്തിൽ, والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه അവിടെയും ഇതേപോലെ തന്നെ ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. അത് ഇതേപോലെ തന്നെയാണ് സൂറത്ത് ആറാഫിന്റെ തുടക്കത്തിൽ വൽവസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. തിന്മ തൂക്കുന്നതിനെ കുറിച്ചുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഹദീസിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് പിന്നെ തൂറഉ സിജില്ലാത്തു ഫീ കിഫത്തിൻ, സിജില്ലത്ത് ഉണ്ടല്ലോ, പിന്നെ തിന്മയുടെ സിജില്ലകൾ ചെയ്യുന്നതാണ് ഒരു കിഫയിൽ വെക്കുന്നത്, തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുന്നതാണ്. മനസ്സിലല്ലേ? അപ്പൊ അത് വാരിച്ച് നിൽക്കുകയാണ്. പിന്നെ അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മ മാത്രം ഒരു തട്ടിൽ വെക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് വല്ല ഹസനത്തും ഉണ്ടോ, നന്മയുണ്ടോ? അപ്പോ അയാൾ ആലോചിക്കുമ്പോൾ അയാൾക്കൊന്നും പറയാനില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിനക്ക് എൻ്റെ അടുത്തൊരു നന്മ ഉണ്ട്. അപ്പൊ എന്താണ് അള്ളാഹു ആ ബിത്താക്ക എടുക്കുന്നത്? അപ്പൊ ആ ബിത്താക്കയിൽ എന്താ ഉള്ളത്? അതിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇത് നിനക്കുള്ള നന്മയാണ് എന്നിട്ട് അതെന്ത് ചെയ്യും? തുലാസിന്റെ മറ്റേ തട്ടിൽ വെക്കും. അപ്പോൾ ഫറജഹത്തിൽ കിഫ, ആ കിഫ തട്ട് ഭാരിച്ചു തൂങ്ങും. വതാശത്തി സിജില്ലാത്ത് എന്നാണ്. ഈ സിജില്ല ഉണ്ടല്ലോ, അത് ഭാരല്ലാതെ അത് പിന്നെ തെറിക്കും പാറും എന്നുള്ളതാണ്. അപ്പോൾ നന്മകൾ തൂക്കും, തിന്മകൾ തൂക്കും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വം പറയുമ്പോണ്ടല്ലോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയില്ലേ,
പിന്നെ ലൗ അന്ന സമാവാതി സബ്ഉ വൽ വമൻ ഫീഹിന്ന വൽ അറാദീന സബ്ഉ ഫീ കിഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ ലറജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ തുലാസിന് 2 തട്ടുകളുണ്ട് എന്നുള്ളത് അറിയിക്കാണ്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൂക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയാണ് ലൗ അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് തുലാസിൻ്റെ ഒരു തട്ടിലും, പിന്നെ ലൗ അന്ന സമാവാതി സബ്ഉ ആകാശങ്ങൾ 7 വആമിറുഹുന്ന ഗൈരി ഞാനല്ലാതെ ആകാശങ്ങളിലുള്ള മറ്റു മലക്കുകൾ വരൊക്കെ അവരും വൽ അറാദീൻ ഭൂമിയും അത് തുലാസിൻ്റെ ഒരു തട്ടിലും വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും വെച്ചാൽ ലറജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിനേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കനണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഖലാസ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുൽ ഖാരിയ കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സൂറത്തുൽ ആദിയാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.